ഏതായാലും ഇത് നമുക്ക് ഈ മെഡിക്കൽ കോളേജ് 6 മാസത്തിനുള്ളിൽ തന്നെ പ്രവർത്തനം ആരംഭിക്കണം. ടേൺ ബൗണ്ടായിട്ട് തന്നെ 6 മാസത്തിനുള്ളിൽ ഈ എല്ലാ പേപ്പർ വർക്കും മറ്റ് എല്ലാം പൂർത്തീകരിച്ച് പ്ലാൻ അംഗീകരിച്ച് 6 മാസം കൊണ്ട് നമുക്ക് തറക്കല്ലിട്ടാൽ അന്ന് പണി തുടങ്ങണം. അല്ലാണ്ട് തറക്കല്ലിട്ട് വെറുതെ പോവല്ല. അതാ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, വിഴിഞ്ഞം തുറമുഖത്തിന് ശിവൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞു, തറക്കല്ലിടാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, തുടങ്ങുന്ന അന്നേ ഞാൻ തറക്കല്ലിടുക. അതാണ് അന്ന് തുടങ്ങിയതാണ്. അന്ന് തറക്കല്ലിട്ട് അന്ന് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അതേ പാതയിൽ തന്നെയാണ്. അപ്പോൾ 6 മാസം കൊണ്ട് മറ്റെല്ലാം പൂർത്തീകരിച്ച് തറക്കല്ലിട്ട് ഇത് ആരംഭിച്ച് എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ കോളേജിന് കെട്ടിടം പണിയാനൊക്കെയുള്ള ഡിലേ നിങ്ങൾക്കറിയാം. കഴിയുന്നത്ര ഡിലേ ഒഴിവാക്കിക്കൊണ്ട് ഇത് പൂർത്തിയാക്കുക. അതാണ് ഞങ്ങൾ വിഭാവന ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോൾ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ വിഭാഗങ്ങളും ഉണ്ടാവും. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഇവിടെ ഉണ്ടാവും. അതിനൊന്നും ഒരു കുറവുണ്ടാവില്ല. എല്ലാ വിഭാഗങ്ങളും ഉണ്ടാകും. പിന്നെ ഫണ്ട് കേന്ദ്രത്തിന്റെ ഫണ്ട്, സംസ്ഥാനത്തിന്റെ ഫണ്ട്, ഇതിനെല്ലാം ഉപരിയായിട്ട് ആരോഗ്യവകുപ്പിന്റെ ഇന്നത്തെ ആരോഗ്യം എന്ന് പറയുന്നത് CSR ഫണ്ടാണ്. കാരണം ബഡ്ജറ്റിലെ തുക കൊണ്ടൊന്നും എവിടെ എത്തില്ല, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ബഡ്ജറ്റിൽ തന്നെ 2000 കോടിയാണ് ആരോഗ്യവകുപ്പിന്. ഞങ്ങൾക്ക് മരുന്നിന് കൊടുക്കാൻ തന്നെ 2500 കോടിയുടെ കടമുണ്ട്. എന്നാലും CSR ഫണ്ടും മറ്റ് ഒരുപാട് ആളുകൾ, ഞാനിപ്പോൾ ഒരു കാര്യം ഉദ്ദേശിക്കുന്നത്, ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്നുള്ള ഒരു സ്കീം ഉണ്ടാക്കിയപ്പോൾ പുലയനാട് കോട്ടയിൽ അവിടെയുള്ള പഴയ ആശുപത്രിയിൽ അവിടെ പറയുമ്പോൾ 100 കിടക്കകളും 29 രോഗികളാണ് ഉണ്ടായിരുന്നത്. അവിടുത്തെ ഡോക്ടർമാർക്ക് കാര്യമായിട്ടുള്ള പണി ഉണ്ടായിരുന്നില്ല. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരൊക്കെ ശീർഷാസനത്തിൽ നിൽക്കുക, ജോലിയുടെ ഭാരക്കൂടുതലാണ്. ഇവിടുത്തെ കുറെ ഈ നിലത്ത് കിടക്കുന്ന രോഗികളൊക്കെ അങ്ങോട്ട് മാറ്റി. ഇതറിഞ്ഞപ്പോൾ ഒരുപാട് സംഘടനകൾ, സമൂഹത്തിൽ അംഗീകാരമുള്ള സംഘടനകൾ, അവര് കിടക്കുകയും, കഴിഞ്ഞ ദിവസം ഡ്രഗ്സ് അസോസിയേഷൻകാർ അവർ വന്നത്, അവർ 100 കിടക്ക ഞങ്ങൾക്ക് നൽകി, 100 കട്ടിലും അതിലേക്കുള്ള മെത്തയും ഞങ്ങൾക്ക് സംഭാവന നൽകി. അപ്പം അങ്ങനെയുള്ള ഫണ്ടുകളുണ്ട്. ഇപ്പോൾ ദേശീയ പെട്രോളിയം വകുപ്പിന്റെ സഹായത്തോടാണ് ഇരിഞ്ഞാലക്കുട ജില്ലാ ആശുപത്രിയിൽ 1 കോടി ചെലവിട്ട് ഒരു 10ാമത്തെ നില പണിത് തന്നെയാണ്. ഇപ്പോൾ CSR ഫണ്ട് പ്രത്യേകിച്ച് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ദീർഘകാലത്തെ ഡൽഹി ബന്ധമുള്ളതാണ്. അപ്പോൾ ഒട്ടുമിക്ക ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് കേന്ദ്ര കമ്മിറ്റികൾ അംഗങ്ങളായിരുന്നു, MP വരുന്നതിൽ. ആ സ്വാധീനം കൂടെ ഉപയോഗിച്ചുകൊണ്ട് ആ രീതിയിലുള്ള ഫണ്ടും സമാഹരിച്ച്, ഏതായാലും ഫണ്ടിന്റെ ഒരു കുറവുകൊണ്ടൊന്നും ഒരിക്കലും ഇതിന്റെ നിർമ്മാണത്തിന് ഒരു സ്തംഭനവും ഉണ്ടാവില്ല. ഇതിനെല്ലാം ഉപരിയായിട്ട് ഈ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ക്യാൻസറിനൊരു പ്രത്യേക പരിഗണന നൽകണം എന്നാണ്. കാരണം ഇവിടെ ശ്രീ രമേശ് തന്നെ സൂചിപ്പിച്ചു, തീരപ്രദേശങ്ങളിൽ കാര്യമായിട്ടുള്ള ഈ ക്യാൻസറിന്റെ, അതുപോലെ തീരപ്രദേശത്ത് മാത്രമല്ല, ഇപ്പൊ കേരളത്തിൽ തന്നെ ഒന്നാമത്തെ ഒരു വെല്ലുവിളി ക്യാൻസറും രണ്ടാമത്തെ കിഡ്നി ഫെയിലിയറുമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ബെൽറ്റാണെന്ന് അറിഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ ഇവിടെ ക്യാൻസറിന് പ്രത്യേക പരിഗണന. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് RCCയിൽ പോകേണ്ടി വരും, പിന്നെ മലബാർ സെന്ററിൽ പോകേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള വിവരം അത് നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ തന്നെ ക്യാൻസറിന് പ്രത്യേകമായി ഒരു പ്രയോറിറ്റി നൽകാനാണ് ഇന്ന് കാലത്ത് ചേർന്ന യോഗത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് കാര്യമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. ഇതോടൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിരുന്നു. വേറൊരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ഒരു 2 മാസത്തിനുള്ളിൽ ഒരു പരീക്ഷണാർത്ഥം, അതിന്റെ അർത്ഥം വേറെ ആരും പൊതിച്ചോറ് തരണ്ടെന്നൊന്നുമല്ല, അവിടെ സ്ഥലം കയ്യേറിയതിനെ കുറിച്ചിട്ടാണ് ഞാൻ അഭിപ്രായം പറഞ്ഞത്. അതിന് വേറെ വ്യാഖ്യാനങ്ങളൊക്കെ വരുത്തി. പക്ഷേ ഏതായാലും ഒരു പരീക്ഷണം ഞങ്ങൾ നടത്തുകയാണ്. ഒരു 1-2 മാസത്തിനുള്ളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ അവിടെ നിന്ന് ആരംഭിക്കാൻ പോവുക. എങ്ങനെയുണ്ട് നോക്കട്ടെ, പരീക്ഷണാർത്ഥം. അത് ബാക്കിയുള്ള സ്ഥലത്ത് വേണോ വേണ്ടതൊക്കെ പിന്നെ നമുക്ക് ആലോചിക്കാം. ഏതായാലും അവിടെ നിന്ന് പ്രഖ്യാപിച്ചതാണല്ലോ ആലപ്പുഴയിൽ നിന്ന്. അതുകൊണ്ട് അവിടെ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ 2 മാസം ഒന്നും എടുക്കില്ല, 1 മാസം. അത് തുടങ്ങിക്കഴിഞ്ഞാൽ മിനിമം 1 കൊല്ലം മുന്നോട്ട് പോകണം. അതിന്റെ ഇതനുസരിച്ച് 2 മാസം അല്ലേ, 2 മാസം തുടങ്ങുമ്പോൾ ഹൈ സ്പീഡിൽ മുന്നോട്ട് പോകണം. തുടങ്ങിയിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്പം മാധ്യമക്കാരൊക്കെ അതിനെക്കുറിച്ച് എഴുതാൻ തുടങ്ങും. അതിങ്ങനെ നോക്കിയിരിക്കുകയാണ് എല്ലാവരും. വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. കാരണം
അവരും കൂടെ അവർ വിമർശനം വേണം, എങ്കിലല്ലേ നമ്മളും വിജിലന്റ് ആവുള്ളൂ. അല്ലാതെ ആരും ഒന്നും പറഞ്ഞില്ല, എല്ലാവരും നല്ല വാക്ക് മാത്രം പറഞ്ഞാൽ നമ്മളും അതിന്റെ അനുസരിച്ച് ഒരു സ്ലോ ഇതിലേക്ക് പോകും. പക്ഷെ അതല്ല, വിമർശനം വേണം. അതുകൊണ്ട് തന്നെ 2 മാസത്തിനുള്ളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ പരീക്ഷണ അടിസ്ഥാനത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആരംഭിക്കും. അതുകൂടെ പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും സഹകരിക്കണം. ഇത് നാടിന്റെ ആവശ്യമാണ്, അതല്ലാതെ ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യമല്ല. സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികൾക്ക് ആഗ്രഹമുണ്ട് അവരുടെ നിയോജകമണ്ഡലത്തിൽ നല്ല സ്ഥാപനങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ MLA പ്രത്യേകിച്ച് മുൻകൈ എടുത്ത് അത് എപ്പോഴും എന്നോട് കാണുമ്പോൾ ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ കാര്യമാണ് പറയാറുള്ളത്. അപ്പോൾ അത് പ്രാവർത്തികമാക്കേണ്ട ചുമതല ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ക്യാബിനറ്റ് തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ 2 മെഡിക്കൽ കോളേജുകളുടെയും വികസന കാര്യങ്ങളിൽ തീരുമാനമെടുത്തത്. ബഡ്ജറ്റിലും ഒരു കാര്യമായി സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാം. ബാക്കിയുള്ള കാര്യങ്ങൾ, ഡേ ടു ഡേ കാര്യങ്ങൾ നോക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാവരും ഉണ്ട്. ഇവർ ബാക്കിയുള്ള ഡേ ടു ഡേ കാര്യങ്ങൾ നോക്കുക. രമേശാണെങ്കിൽ എന്താണെങ്കിലും 2 ദിവസം കൂടുമ്പോൾ വരും, അദ്ദേഹത്തിനോട് പറയുക. ഞാൻ യോഗം വിളിക്കേണ്ട സമയമാണെങ്കിൽ ഞാൻ തന്നെ യോഗം വിളിക്കാം. അപ്പോൾ നമുക്ക് വേഗം ഈ പറഞ്ഞ എന്തായാലും ഒരു കാര്യമുണ്ട്, ഈ സർക്കാരിന്റെ പകുതി എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ കെട്ടിട ഉദ്ഘാടനം ചെയ്യും. അത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.